ആക്സിഡന്റുകൾ നമ്മളെ എൻജോയ് ചെയ്യിപ്പിക്കുന്ന ഒരു നടനാണ് ലാലേട്ടൻ. അത് ലാലേട്ടൻ്റെ മകൾ എന്ന രീതിയിൽ മാത്രമല്ല, പുള്ളിക്കാരി ഇതിൻ്റെ ട്രെയിൻഡും കൂടിയാണ്. അത് മാത്രമല്ല, വിസ്മയുടെ ആക്ച്വലി ഐഡന്റിറ്റി എന്ന് പറയുന്നത് ലാലേട്ടൻ്റെ മകൻ തന്നെ. വിസ്മയായിട്ട് തന്നെ ഈ സിനിമക്കകത്ത് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാർ തളർത്തിയിട്ടുണ്ട്, കളിയാക്കിയിട്ട് ഈ സിനിമയ്ക്ക് ഇറങ്ങുന്നതിന് മുമ്പ് എല്ലാ രവിമാർക്കുള്ള മറുപടിയാണ്. ആ രവിയുടെ മുന്നിലുള്ള പേരൊന്നും ഞാൻ ചേർക്കാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാ രവിമാർക്കുള്ള ആഗ്രഹമാണ്. ഏത് മൈനറാണെങ്കിലും ഏതവനാണെങ്കിലും ഉള്ള മറുപടി ഇതിനകത്ത് എന്തായാലും കൊടുത്തിട്ടുണ്ട്. വിസ്മയ ഗംഭീരമായിട്ട് തകർത്താടിയിട്ടുണ്ട്. നല്ലൊരു തുടക്കമാണ്. രണ്ടുപേരും പോകുന്നത് എനിക്ക് നമുക്ക് അറിയാമല്ലോ. കാരണം മോളുടെ പെർഫോമൻസ് അടിപൊളിയായിട്ട് ആൻ്റണി ചേട്ടൻ്റെ മോളിൻ്റെ ഗംഭീരം. അങ്ങനെ ഫൈറ്റ് ആണെങ്കിലും അവരുടെ ആറ്റിറ്റ്യൂഡ് മെയിൻറ്റെയിൻ ചെയ്ത് വയ്ക്കുന്നത് രസമായിട്ടുണ്ട്. നല്ലൊരു നമസ്കാരം ബ്രോ. കഥ കൂടിയാണ്. ഗംഭീരമായ കൊണ്ടുവരാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു ക്യാമിയാണ്. ആ സിനിമക്കകത്ത് ഒരു റോളാണ് ഞാൻ പറയുന്നത്. ആ റോളിൻ്റെ ഒരു മോട്ടിവേഷൻ പോലെ തന്നെയാണ് ലാലേട്ടൻ ഈ സിനിമക്കകത്ത് മുമ്പത്തെ സിനിമ പോലെ ആസ് എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ അതിനേക്കാൾ ഒരു അല്പം മുകളിൽ തന്നെ കിട്ടി. എനിക്ക് ഒരു ഫീമെയിൽ ഓറിയന്റഡ് സബ്ജക്റ്റ് ആയിട്ടാണ് ഈ സിനിമ ഉള്ളത്. പക്ഷേ വിസ്മയ പൊന്നു ലാലേട്ടൻ്റെ കത്തിച്ചു. ഒരു ഗംഭീര തുടക്കം തന്നെ. പുള്ളിക്കാരി അടിപൊളിയായിട്ട് ഫൈറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. കിട്ടില്ല ആസ് എക്സ്പെക്ട് ചെയ്ത പോലെ പണം തൂക്കി. അപ്പോൾ ലാലേട്ടനും ക്യാമിയോ കളിക്കും. ഇഷ്ടപ്പെട്ടു.